ഹായ് നമസ്തേ, വെൽക്കം ടു മുംബൈ മലയാളി യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മുടെ സ്വന്തം സ്ഥലം പത്തനംതിട്ട ജില്ലയുടെ അയിരൂർ ചെറുകോൽപ്പുഴ ഗ്രാമം അവിടെ നിൽക്കുന്നു. നിങ്ങൾക്ക് വീഡിയോയിലേക്ക് വരും. വരച്ച ചിത്രങ്ങളിൽ മാത്രം കാണുവാൻ സാധിക്കുന്ന ഇത്ര സുന്ദരമായ കാഴ്ചകൾ, ഈ മനോഹാരിത നിറഞ്ഞ കാഴ്ച നിങ്ങൾ കാണുന്നത് പത്തനംതിട്ട ജില്ലയിലെ ചെറുകോൽപ്പുഴ ഹിന്ദുമത കൺവെൻഷൻ നടക്കുന്ന സ്ഥലത്തിനടുത്തുള്ള പമ്പയാറിൻ്റെ തീരത്താണ്. ചെറുകോൽ പള്ളിയോളമാണ് അവിടെ ഇങ്ങനെ കിടക്കുന്നത്. നല്ല കാഴ്ച അല്ലേ? എത്ര ഈ പള്ളിയോളങ്ങൾ, ഈ ചുണ്ടൻ വള്ളങ്ങൾ ഈ പമ്പയാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പത്തനംതിട്ട ജില്ലയുടെ പ്രദേശത്തെ 52 കരക്കാരുടെയും ആവേശം. ഈ പള്ളിയോളം കഴിഞ്ഞ ആറന്മുള വള്ളസദ്യ കഴിഞ്ഞ ശേഷം ഇങ്ങനെ വിശ്രമിക്കുന്ന ആ രംഗമാണ് നിങ്ങൾ കാണുന്നത്. പള്ളിയോളത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, തിരുവിതാംകൂർ രാജകുടുംബം ആറന്മുള വള്ളസദ്യ വഴിപാട് നടത്തിയ പള്ളിയോടമാണ്. അതിൻ്റെ രാജകുടുംബത്തിൻ്റെ ഒരു മുദ്ര പതിപ്പിക്കാനുള്ള അവകാശം ഈ പള്ളിയോടത്തിന് കിട്ടിയിട്ടുണ്ട്. ചെറുകോൽ പള്ളിയോടത്തിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. കരക്കാരുടെ അഭിമാനമാണ്. അപ്പം ഇങ്ങേ കരയ്ക്ക് ഇപ്പുറത്തെ കരയ്ക്ക് ചെറുകോൽപ്പുഴ ഹിന്ദുമത കൺവെൻഷൻ നടക്കുന്ന നഗരിൽ നിന്ന് അവിടെ നിന്ന് ഞാൻ ജയപ്രകാശ്. ഇതിനടുത്ത് തന്നെയാണ് താമസം. ഇവിടെ ഇവരുടെ വിദ്യാധിരാജ മന്ദിരം എന്ന് പറയുന്ന ഓഫീസ് മുറിയാണ് ഈ കാണുന്നത്. വിദ്യാധിരാജ ചട്ടമ്പിസ്വാമികളുടെ പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത്. ഇതിനകത്ത് കാണാൻ സാധിക്കും. നമുക്ക് അങ്ങോട്ടേക്ക് നടന്നു ചെന്ന് അതിനടുത്ത് നിന്ന് പ്രതിഷ്ഠയൊന്ന് കാണാം. ഇതിനുള്ളിലാണ് നായർ സമുദായത്തിൻ്റെ പരമഗുരുവായ വിദ്യാധിരാജ. പമ്പയാറിൻ്റെ തീരത്തേക്ക് ദർശനമായി ഇരിക്കുന്ന രീതിയിലാണ് പ്രതിഷ്ഠ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. വളരെ ശാന്തത നിറഞ്ഞ, ഭംഗി നിറഞ്ഞ ഈ സ്ഥലം വളരെ ആനന്ദദായകമാണ്. ഈ പ്രദേശം ഈ പമ്പയാറിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ കയറി വരുന്ന സ്റ്റെപ്പുകൾ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നു. ഇവിടെ ഈ പരമഗുരുവിൻ്റെ ആശയങ്ങൾ വളരെ പുരോഗമനാത്മകമായിരുന്നു. ഒരു കാലഘട്ടത്തിൽ വിഭാഗ മതസ്ഥരായ ഹൈന്ദവരെയും ഒന്നിപ്പിക്കുന്ന സന്ദേശമായിരുന്നു അദ്ദേഹം ഉൾക്കൊണ്ടിരുന്നത്. നായർ സമുദായത്തിൽ ജനിച്ച അദ്ദേഹം പുരോഗമനപരമായ ചിന്താഗതി ഉൾക്കൊണ്ടുകൊണ്ട് ഹൈന്ദവരുടെ മൊത്തത്തിലുള്ള ആ പുരോഗതി, കേരളീയരുടെ ഹൈന്ദവരുടെ മൊത്തത്തിലുള്ള പുരോഗതി അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളൊക്കെ ലഭ്യമാണ്. ഇങ്ങനെ പത്തനംതിട്ട ജില്ലയിലെ ഈ പ്രകൃതി രമണീയമായ സ്ഥലം സന്ദർശിക്കുക. താല്പര്യമുള്ളവർ ലിങ്ക് പരിശോധിക്കുക, ഇവിടെ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങളിൽ ശ്രീനാരായണ ഗുരുദേവൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ധാരാളം പ്രശസ്തരുണ്ട്. ലൊക്കേഷൻ കൊടുത്തേക്കാം. ഇവിടെ വിദ്യാധിരാജ മന്ദിരം ഇവിടെയുണ്ട്. ഇവിടെ ഹോളുണ്ട്, ഓഫീസുണ്ട്. വിദ്യാധിരാജയുടെ നാമത്തിലുള്ള ഒരു സ്കൂൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഇതിനോടടുത്തായിട്ട്. അതുകൊണ്ട് അപ്പോൾ ഇങ്ങനെ പ്രകൃതി രമണീയമായ സുന്ദരമായ ഈ സ്ഥലങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സാംസ്കാരിക ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഈ ഭൂമിയിൽ വന്ന് കാണുക തന്നെ ചെയ്യണം. ഇവിടെ അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിൻ്റെ കൺവെൻഷൻ നടക്കുന്ന ഈ സ്ഥലം തന്നെയാണ്. അപ്പുറത്ത് മണൽത്തിട്ട പൂർണ്ണമായിട്ടുണ്ട്. ആ ഭാഗത്ത് വെള്ളം ഇല്ലാത്ത സമയങ്ങളിൽ, അതായത് ഫെബ്രുവരി മാസങ്ങളിലാണ് എല്ലാ വർഷവും ഇവിടെ കൺവെൻഷൻ നടക്കാറ്. അപ്പോൾ ഇവിടെ വല്ലപ്പോഴും വന്നു പോകുന്ന ആൾക്കാർക്ക് വേണ്ടി പറയുകയാണ്. സാധാരണഗതിയിൽ ഈ കൺവെൻഷൻ നടക്കുന്ന സമയത്തും ഒക്കെ ഇവിടെ നല്ല തിരക്കുണ്ടാകാറുണ്ട്. അല്ലാത്ത സമയത്ത് ഇവിടെ മഴ അല്പം കൂടുതലില്ലാത്ത സമയത്ത് വന്നാൽ നല്ല കാഴ്ചകളൊക്കെ കാണാം. ഇതിനടുത്തുകൂടി തന്നെ ജലസേചന പദ്ധതിക്കായിട്ട് കനാൽ കടന്നു പോകുന്നുണ്ട്. അത് ഇവിടുത്തെ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിലൊക്കെ കൃഷി ആവശ്യങ്ങൾക്ക് ഉപകരിക്കുന്ന ആ കനാലിൽ വെള്ളം പാസ് ചെയ്ത് വിടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിന് മുകളിലൂടെ ഒരു റോഡും അക്കരയ്ക്ക് പോകുന്നുണ്ട്. അപ്പം ഇത് പത്തനംതിട്ട ജില്ലയുടെ വളരെ അഭിമാനപൂർവ്വം പറയാം, ഇതൊരു പ്രകൃതി സൗന്ദര്യം നിറഞ്ഞ സ്ഥലം തന്നെയാണ്. ഒന്നാണ് പ്രകൃതിയെ സംരക്ഷിക്കുക. അതുപോലെ പുഴകളും തോടുകളും ആറുകളും ഒക്കെ നമ്മൾ സംരക്ഷിക്കണം. ഇത്തരം പ്രദേശങ്ങളിലൊക്കെ കൂടുതൽ ആയിട്ട് വൃക്ഷങ്ങളൊക്കെ തന്നെ വെച്ച് പിടിപ്പിക്കുക തന്നെ വേണം. പിന്നെ അതൊന്നും നശിപ്പിക്കാതെ സാംസ്കാരിക പൈതൃകം കാത്തു സൂക്ഷിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു വട്ടം കൂടിയ പുഴയുടെ തീരത്ത് വെറുതെ ഇരിക്കുവാൻ മോഹം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ എല്ലാവർക്കും. ഗുഡ് ബൈ.